സോ നത്തിങ്ങിൻ്റെ മൂന്നാമത്തെ ഫോണായിട്ടുള്ള നത്തിങ് ഫോൺ 2A കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യുന്നുണ്ടായി. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ ടൈം വേസ്റ്റില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നത്തിങ് ഫോണിൽ കണ്ടുവന്ന ആ ഒരു യുണീക്കായിട്ടുള്ള ആ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ആ ഒരു ബാക്ക് ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡായിട്ട് വരുന്നത്. കാണാൻ അത് ഓരോരോ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും കാണാൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നീട് സെൻട്രൽ അലൈനായിട്ടാണ് റിയർ ക്യാമറ കൊടുത്തിട്ടുള്ളത്. കാണാൻ തരക്കേടില്ല, എനിക്കൊരു നോർമൽ ഡിസൈനായിട്ട് തോന്നിയത്. പക്ഷേ ആ ഒരു യുണീക്കായ ഡിസൈനാണ്. ബാക്കിൽ അവരുടെ ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ്, ഗ്ലിഫ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത് മേലെ മാത്രമേ വരുന്നുള്ളൂ, താഴേക്ക് ഫുള്ളായിട്ടൊന്നും വരുന്നില്ല. 2 കളർ വേരിയൻ്റ് വരുന്നുണ്ട്, ഒന്ന് ബ്ലാക്കും പിന്നെ ഒന്ന് വൈറ്റും വരുന്നുണ്ട്. കാണാൻ രസമുണ്ട്. വൈറ്റ് കളറൊക്കെ ഫോണാണെന്നേ പറയില്ല, വൈറ്റ് കണ്ട അത്രക്കും ഒരു ഭയങ്കര ബ്രൈറ്റായുള്ള വൈറ്റാണ്. ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന സമയത്ത് ഭയങ്കര ബ്രൈറ്റാണ്. ബ്ലാക്ക് കുഴപ്പമില്ലാത്ത ഒരു കളറായിട്ടാണ് തോന്നിയത്. സോ ഇതാണ് ബിൽഡ് ആൻഡ് ഡിസൈൻ. നമുക്കങ്ങനെ പുതുമയൊന്നും പറയാനില്ല, കാരണം ഓൾറെഡി നമ്മൾ നത്തിങ് ഫോണിൽ കണ്ട ആ ഒരു യൂണീക്കായ ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഡിസൈനെ പറ്റി പറയാനില്ല. ഇനിയും ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 1300 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. HDR 10+. അങ്ങനെ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ സൈഡിലും വരുന്നുണ്ട്. നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ. ഈ റേഞ്ചിൽ നമ്മൾ കണ്ടുവന്ന ആ ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു കുറ്റോ കുറവോ ഒന്നും തന്നെ പറയാനില്ല, എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. എനിക്ക് ക്യാമറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MB ഒരു പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 15 MB അൾട്രാ വൈഡ് ക്യാമറയും റിയറിൽ കൊടുത്തിട്ടുണ്ട്. റിയറിൽ ആകപ്പാട് ഡുവൽ ക്യാമറ വരുന്നുള്ളൂ. രണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള 2 ക്യാമറ തന്നെയാണ്. അതായത് ആവശ്യമില്ലാത്ത ആ ഒരു മാക്രോ ഡെപ്തും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ആവശ്യമില്ല 2 നല്ല ക്യാമറാസ് മാത്രമേ ബാക്കിൽ വരുന്നുള്ളൂ. റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K 13 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 32 MB ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഒന്നും കഴിയില്ല, ബട്ട് 1080p 13 FPS വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 1080p 16 FPS അങ്ങനെ എന്തോ ആണ്. അപ്പം ആ ഒരു വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് ഒരു നോർമൽ ക്യാമറ, അങ്ങനെ ഒരു ഗംഭീര ഈ ഒരു സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ക്യാമറ ഒന്നും പറയാനില്ല, ഒരു നോർമൽ ക്യാമറ പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. ബട്ട് കുഴപ്പമൊന്നുമില്ല, ആടെയും കുറ്റവും കുറവൊന്നും പറയാനില്ല, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്. ഇതൊരു ക്യാമറ സെൻറ്റിക് ഫോണൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ക്യാമറക്ക് അങ്ങനെ ഗംഭീര ക്യാമറ ഒന്നും പറയാനുമില്ല. അപ്പം നോർമലായിട്ടുള്ള ഒരു ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ടോക്ക് അബൌട്ട് പെർഫോമൻസ്. മേൾടെക്കിൻ ഡയമൻസിറ്റി 7200 പ്രോ എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 4nm പ്രോസറാണ്. തരക്കേടില്ലാത്ത ഒരു നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്നൊരു പ്രോസർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന ആൻഡ്രോയിഡ് 14 നത്തിങ് UI 2.5 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. സോ അത്യാവശ്യം സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെയാണ്, വലിയ ബഗ്ഗോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയില്ല, നീറ്റായിട്ടുള്ള UI വരുന്നുണ്ട്. പിന്നീട് നത്തിങ് ഇപ്രാവശ്യം അവരുടെ ഫോണിൽ തന്നെ 3 വർഷത്തെ OS അപ്ഡേറ്റും, അതായത് ആൻഡ്രോയിഡ് അപ്ഡേറ്റും, അതുപോലെ തന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാ ഫോണും ഇതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബ്രാൻഡും അവരുടെ എല്ലാ ബഡ്ജറ്റ് ഫോണിൽ വരെ ഇപ്പോൾ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്, അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 3 വർഷം 4 വർഷത്തേക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറ്റോ കുറവൊന്നും പറയാനില്ല, ഡീസൻ്റ് ആയിട്ടുള്ള ഈ റേഞ്ചിൽ നമ്മളങ്ങനെ ഗംഭീരമൊന്നും പറയാനില്ല, പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയും 45 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് ചാർജർ കാര്യങ്ങളൊന്നും വരുന്നില്ല, ബട്ട് കേബിൾ മാത്രമേ വരുന്നുള്ളൂ. ചാർജർ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. സാംസങ്ങും നമ്മുടെ ഐഫോണൊക്കെ പോലെ തന്നെ ചാർജറൊന്നും വരുന്നില്ല. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ നമ്മൾ ഓൾറെഡി നത്തിങ് ഫോണിൽ കണ്ട ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഓരോരാളുടെ ഇഷ്ടം പോലെ ആയിരിക്കും, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ്. ഈ ഒരു റേഞ്ചിൽ നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് വരുന്നുണ്ട്. ക്യാമറ നല്ല ക്യാമറയാണ്.
മോശം പറയാനല്ല ഇവിടെയും. അതെന്ന് പറയുന്നത് ഒരു നല്ല ക്യാമറ, ഡീസൻ്റ് ആണ്. ബട്ട് റേഞ്ചിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ക്യാമറ ഒന്നും പറയാൻ പറ്റില്ല. പെർഫോമൻസും അതുപോലെ തന്നെയാണ്. സെഗ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡീസൻ്റ് ആണ്. ദെൻ ബാറ്ററി, നല്ല ബാറ്ററിയും വരുന്നുണ്ട്, ചാർജർ വരുന്നില്ല. അപ്പം ഫാസ്റ്റ് ചാർജിങ് 45 വരെ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. ബട്ട് ചാർജർ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. അപ്പോൾ ഫോണിൻ്റെ പ്രൈസ് പറയാം, പ്രൈസും വേരിയൻറ്റും പറയാം. 8GB 128GB ആണ് ബേസ് മോഡലായിട്ട് വരുന്നത്. ഈ ഒരു വേരിയൻ്റെ പ്രൈസ് 23,999. 8GB 256GB വരുന്നുണ്ട്, ആ ഒരു വേരിയൻ്റെ പ്രൈസ് 25,999. 12GB 256GB വരുന്നുണ്ട്, ആ ഒരു വേരിയൻ്റെ പ്രൈസ് 26,999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ തന്നെ ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ തന്നെ വേറെയും വരുന്നുണ്ട്. ഇതിനും കാട്ടി പ്രൈസ് കുറച്ച് ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കൊടുക്കുന്ന പ്രൈസിന് അത്യാവശ്യം വേർത്തായിട്ടുള്ള നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ഫോൺ തന്നെയാണ്. നമുക്ക് എവിടെയും ഒരു കുറ്റവും കുറവും, ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയും ഒരു കുറ്റവും കുറവെന്ന് പറയാനില്ല. എല്ലാ റേഞ്ച് നോക്കുന്ന സമയത്തും ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ഫോണായിട്ടാണ് തോന്നിയതല്ല ആണ്. നേരത്തെ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും കൂടി എടുത്ത് പറയുന്നില്ല. എല്ലാം ഒരു നോർമൽ അല്ലെങ്കിൽ ഡീസൻറ്റ്, ഒരിക്കലും എവിടെയും ഒരു കുറവായിട്ടൊന്നും പറയാനില്ല. ഡിസൈൻ ഇപ്പോൾ ഓരോരാളുടെ ഇഷ്ടം പോലെ ആയിരിക്കും, ഞാൻ എൻ്റെ ഇഷ്ടമായിട്ട് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നീട് വേറൊന്നും പറയാനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നല്ല ഫോണാണ്, ആ ഒരു കൊടുക്കുന്ന പ്രൈസിന് വേർത്തായുള്ള നല്ല ഫോൺ തന്നെയാണ്, വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സൈൻ അപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.